അവിടെയും ഇവിടെയും പോയി അനാവശ്യമായി തല്ലുകൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്തീയ സഹോദരി സഹോദരന്മാരുടെ അറിവിലേക്ക് ഏഴയായ വത്സൻ തമ്പു എന്ന ഈ അകാലപ്രജ അറിയിക്കുന്ന അല്ലെങ്കിൽ അറിയുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. ഏവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് മാത്രമല്ല, കഴിഞ്ഞ ഒരു 30 വർഷങ്ങളിലായി ഭാരതത്തിൽ അവിടെയും ഇവിടെയും, ഭാരതത്തിൽ എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയിലാണ്, രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഉത്തരേന്ത്യ മാത്രമാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധ അർഹിക്കുന്നത്. ദക്ഷിണേന്ത്യ ഉണ്ടെങ്കിലും അത് ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന ഒരു വീക്ഷണമാണ് ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ വസിക്കുന്ന ആളുകൾക്ക് അറിഞ്ഞുകൂടാ. മലയാളിയുടെ വിചാരം മലയാളിയാണ് ലോകത്തിൻ്റെ കേന്ദ്രബിന്ദു, കേരളം മാത്രമാണ് ഭൂമിശാസ്ത്രം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കേന്ദ്രം നടക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ട്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ ദക്ഷിണേന്ത്യ വെറും ഒരു എന്താണ് പറയുന്നത്, ഒരു ഫുട് നോട്ട് പോലെ മാത്രമാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ അവിടെ ഇവിടെയും പോയി അനാവശ്യമായി തല്ലുകൊള്ളുന്ന, അപമാനം ഏറ്റെടുക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവായി അല്പമൊന്ന് ആലോചിക്കണം. ഒരു നിമിഷം നിങ്ങളുടെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുവാൻ നിങ്ങളൊന്ന് മാറ്റിവെക്കണം. അതെന്താണ്? നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ തന്നെയാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത്. ഒരു സഭയെ പ്രതിനിധീകരിച്ച് നിങ്ങൾ ആദിവാസികളുടെ മധ്യത്തിലും ദളിതന്മാരുടെ മധ്യത്തിലും കീഴാള വർഗത്തിലെ ആളുകളുടെ ഇടയിലും പാവപ്പെട്ടവരുടെ ഇടയിലുമൊക്കെ നന്നേ അധ്വാനിച്ച് യാതൊരു പ്രതിഫലമില്ലാതെ ബാഹ്യമായി നോക്കുമ്പോൾ വളരെ ആദരണീയമായ വിധത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയുള്ള തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? ഇത് മനസ്സിലാക്കാനുള്ളൊരാവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രവുമല്ല, അവരുടെ അവസ്ഥയെപ്പറ്റി മനസ്താപത്തിലിരിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുവാൻ വകയുണ്ടാകട്ടെ എന്ന കരുതലിലാണ് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം ഉദ്ദേശിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. ക്രിസ്തീയ ദൗത്യം, ക്രിസ്തു മതം ദൗത്യത്തിൻ്റെ ആത്മീയതയാണ് എന്നതിനെപ്പറ്റി എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാർഗം ഒരു സെൽഫ് ഹെൽപ്പ് കഫറ്റേറിയ. സെൽഫ് ഹെൽപ്പ് കഫറ്റേറിയ എന്താ നിങ്ങൾക്കറിയാം? ഓരോരുത്തരും പോയി അവനവനുള്ള കാര്യം പണം കൊടുത്ത് വാങ്ങിച്ച് തിന്നിട്ട് വീട്ടിൽ പോകുന്നു. അവനവൻ്റെ കാര്യം മാത്രം. ക്രിസ്തുവിൻ്റെ മാർഗം ഒരു സെൽഫ് ഹെൽപ്പ് കഫറ്റേറിയ അല്ല. ഒരു വ്യക്തിക്ക് സഹജീവികളോടും ലോകത്തോടാകമാനവും ഉത്തരവാദിത്വ ബോധവും ജനിപ്പിക്കുക എന്നതാണ് യേശുവിൻ്റെ മാർഗത്തിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ. അതുകൊണ്ട് യേശു ആരെയെങ്കിലും തന്നിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അന്യരിലേക്ക് അയക്കാൻ വേണ്ടിയാണ് വിളിച്ചത് എന്ന് 4 സുവിശേഷങ്ങളും ഒരേ സ്വരത്തിൽ സാക്ഷീകരിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലേക്ക് വരുവീൻ, അതിനുശേഷം പറയുന്നു നിങ്ങൾ പോകുവീൻ. ഈ നല്ല വാർത്തയും പേറിക്കൊണ്ട് പോകുവീൻ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് മനുഷ്യബുദ്ധിയെ കവിയുന്ന വിലയുണ്ട്. ആ വില തിരിച്ചറിഞ്ഞ് അത് യാഥാർത്ഥ്യമാക്കി തീർക്കത്തക്കവണ്ണം നിൻ്റെ വ്യക്തിത്വത്തെ വളർത്തുക. അതിനുവേണ്ടി അനവരതം അധ്വാനിക്കുക, സാഹസികമായി തന്നെ അധ്വാനിക്കുക. ആ അധ്വാനത്തിൽ നിന്നോട് നിരന്തരം സഹകരിക്കുന്ന നീതിമാനായ വിശ്വസ്തനായ ഒരു ദൈവം ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ദർശനമാണ് മനുഷ്യർക്ക് ഈ ലോകത്തിൽ ആവശ്യം. അതില്ലാതെയാകുമ്പോൾ ജനം പ്രത്യാശ വിട്ട് മുരടിച്ചു പോകും. അവരുടെ മനുഷ്യത്വം അസ്തമിച്ചു പോകും. അവർ പട്ടുപോകും. ആ വലിയ ദുരന്തം സംഭവിക്കാതിരിക്കത്തക്കവണ്ണം പ്രത്യാശയുടെ ഈ സുവിശേഷമായി നിങ്ങൾ ലോകത്തിൻ്റെ അറുതി വരെയും പോകുക എന്ന കടമയാണ്
യേശു നൽകിയത്. എന്ന് മാത്രവുമല്ല, നിങ്ങൾ ഈ കടമ നിർവഹിക്കുമ്പോൾ മീനിനെ ചൂണ്ടയിട്ട് പിടിക്കുന്ന പോലെ പിടിക്കരുത്. യേശു ശിമോനെയും അവരുടെ സഹോദരനെ അന്ത്രയോസിനെയും വിളിക്കുമ്പോൾ അവരോട് പറയുന്ന വളരെ ശ്രദ്ധേയമായ അർത്ഥഗാംഭീര്യമുള്ള ഒരു പ്രസ്താവനയുണ്ട്. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചൂണ്ട ഇടുന്നത് പോലെ പ്രവർത്തിക്കരുത്. മീനിനെ ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ മനുഷ്യനെ ചൂണ്ടയിട്ട് പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. എന്താണ് ചൂണ്ടയിട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ? സ്വന്തം താല്പര്യത്തിന് വേണ്ടി നാം ആരെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സ്വാർത്ഥ താല്പര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാം ആരോടെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ, ആ വ്യക്തിയിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കിയാൽ അത് ചൂണ്ടയിടുന്നതിന് തുല്യമാണ്. ഒരു വ്യക്തി ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് മീനിൻ്റെ ഗുണത്തിന് വേണ്ടിയല്ല, സ്വന്തം ലാഭത്തിന് വേണ്ടിയാണെന്നറിയാൻ വയ്യാത്ത മുല കുടിക്കുന്ന കുട്ടികൾ പോലും ലോകത്തിൽ ഇല്ല, ക്രിസ്ത്യാനി ഒഴികെ. അതുകൊണ്ട് എനിക്ക് ഈ സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സഭകളെ പ്രതിനിധീകരിച്ച് ആദിവാസികളുടെ ഇടയിലും ദളിതന്മാരുടെ ഇടയിലും പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലും പട്ടിണി ദാരിദ്ര്യത്തിൽ ആണ്ടുപോയിരിക്കുന്ന ആളുടെ ഇടയിലും കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ മോട്ടീവ് എന്താണ്? യഥാർത്ഥത്തിൽ അവർക്ക് നന്മ വരുന്നതിന് വേണ്ടി മാത്രമാണോ? നിങ്ങളുടെ കടന്നു ചെല്ലലിൽ, നിങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ, നിങ്ങളുടെ വീക്ഷണത്തിൽ സ്വാർത്ഥത അല്പം പോലുമില്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാമോ? കത്തോലിക്ക സഭ ഇങ്ങനെ അതിൻ്റെ മക്കളെ ദൂരദേശത്തേക്ക്, ദുർഘടമേറിയ അവസ്ഥയിലേക്ക് അയക്കുമ്പോൾ അതിന് സഭയുടേതായ സ്ഥാപിത താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചു കഴിയുമ്പോൾ, നിങ്ങൾ ആളുകളെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുമ്പോൾ, അത് അവരുടെ ഗുണത്തിന് വേണ്ടിയല്ല, സഭയുടെ ലാഭത്തിനും സഭയുടെ വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്ന് പൊതുജനം ധരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊതുജനം അങ്ങനെ ധരിക്കുന്നത് തികച്ചും ന്യായമാണ്. കാരണം എന്താണ്? സഭകൾ, എല്ലാ സഭകളും ഒന്നുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാർത്ഥ താല്പര്യം കൊണ്ട് മാത്രമാണ്. നമ്മൾ സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലും ഒക്കെ നടത്തുന്നു. അതിൽ സ്വാർത്ഥ താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? രാഷ്ട്രീയമായ മാമാങ്കം കളിക്കുന്നു. അത് ആരുടെ ആധ്യാത്മികമായ ഉന്നമനത്തിനാണ്? അത് സ്വാർത്ഥതയുടെ ചവിട്ടുനാടകമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എനിക്ക് പറഞ്ഞുകൂടെ? ഈ ലോകത്തിലുള്ള എല്ലാവർക്കും പറഞ്ഞുകൂടെ? അതുപോലെ തന്നെ സ്വാർത്ഥത കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ വലിയ വലിയ ആത്മീയ നിഷ്പക്ഷതയുടെയും സ്വാർത്ഥരാഹിത്യത്തിൻ്റെയും മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതെത്ര ആത്മാർത്ഥമായി തന്നെ നിർവഹിച്ചാലും, അതെത്രമാത്രം അവരോടുള്ള അനുകമ്പയിലും കരുതലിലും സ്നേഹത്തിലും പ്രവർത്തിച്ചാലും, അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയെ മനസ്സിലാക്കാൻ ഇടയാകുന്നത് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സഭയുടെ സംസ്കാരവും കാഴ്ചപ്പാടും താല്പര്യവും എന്താണ് എന്നതിനെ മാത്രം ആശ്രയിച്ചിട്ടാണ്. അവർക്ക് യേശുവിൻ്റെ ആശയങ്ങൾ അറിഞ്ഞുകൂടാ, യേശുവിൻ്റെ ദൈവരാജ്യ ദർശനം അവർക്ക് അറിഞ്ഞുകൂടാ, യേശുവിൻ്റെ ഹൃദയം അവർ കണ്ടിട്ടില്ല, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, സുവിശേഷങ്ങളുടെ ഉള്ളടക്കം അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ആകെപ്പാടെ അറിയാവുന്നത് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് ഛത്തീസ്ഗഡിൽ പോകുന്നു, അല്ലെങ്കിൽ ഒറീസയിൽ പോകുന്നു, അല്ലെങ്കിൽ ജാർഖണ്ഡിൽ പോകുന്നു, എവിടെയും പോകുന്നു, രാജസ്ഥാനിൽ പോകുന്നു, ആളുകളെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമായി നന്ദി സൂചകമായി അവർ പറയുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനികളായിക്കൊള്ളാം. അത് ന്യായമാണ്. പക്ഷേ അതേസമയം നിങ്ങളുടെ പ്രവൃത്തി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സഭയെ അറിയാം. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സീറോ മലബാർ സഭ ഈ കേരളത്തിന് മണ്ണിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ, അതിൻ്റെ ആത്മീയമായ പാപ്പരത്വം, ഭ്രാന്ത് പിടിച്ചതുപോലെ പൊതുരംഗത്ത് വന്ന് നടത്തുന്ന ഈ നാടകങ്ങൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം
നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയുടെ നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഏത് മൂലയിൽ നടക്കുന്ന തികച്ചും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും തലസ്ഥാന നഗരി തൊട്ട് ഈ രാജ്യത്തിൻ്റെ പരിധി വരെ പൊടുന്നനവേത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് താമസിക്കുന്നത്. പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം, ഞാൻ ഡൽഹിയിൽ താമസിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ സൂക്ഷ്മമായി അറിയുന്നത് അക്രൈസ്തവരാണ്. അക്രൈസ്തവരിൽ നിന്നാണ് പല സമയത്ത് ഞാൻ കേരളത്തിൽ നടക്കുന്ന മതപരമായ കാര്യങ്ങൾ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടക്കുന്ന മതപരമായ കാര്യങ്ങളെ, കേരള സംബന്ധമായ കാര്യങ്ങളെ ഞാൻ പലപ്പോഴും ഡൽഹിയിൽ ഗ്രഹിച്ചിരുന്നത് അക്രൈസ്തവരെ ആളുകളോടുള്ള എൻ്റെ സംവാദത്തിൽ കൂടെയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുക. ഇനിയും മുഖംമൂടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിനയിച്ച് എന്തെങ്കിലും നടത്താമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അത് ചെയ്യരുത്. കാരണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനവും അവകാശപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ ഈ നാടകം ചവിട്ടുന്നത് ശരിയല്ല എന്നെങ്കിലും മനസ്സിലാക്കുക. ഇനിയും നിങ്ങൾ യേശുവിൻ്റെ സുവിശേഷം കൊണ്ടാണല്ലോ പോകുന്നത്. നിങ്ങൾക്ക് യേശുവിൻ്റെ സുവിശേഷം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സഭ യേശുവിൻ്റെ സുവിശേഷത്തെ അംഗീകരിക്കുന്നവരാണോ? യേശുവിൻ്റെ ഏതെങ്കിലും ആദർശത്തെ പ്രാവർത്തികമായ സഭയുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നവരാണോ? സീറോ മലബാർ സഭയിൽ നടക്കുന്ന കുർബാന തർക്കം, അത് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് യേശുവിൻ്റെ പഠിപ്പീരുകളെ ഒന്ന് ആശ്രയിക്കാം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്രാനെയോ ഒരൈമേനിയെയോ കഴിഞ്ഞ 10 വർഷത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഫ്രാങ്കോ മുളയ്ക്കൽ പ്രശ്നം വന്നപ്പോൾ ഇത് സംബന്ധമായ യേശുവിൻ്റെ പഠിപ്പീര് എന്താണ് എന്ന് അബദ്ധത്തിലെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സഭയുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കണം? അത് യേശുവിൻ്റെ ദർശനത്തിന് അനുയോജ്യമായി തീരത്തക്കവണ്ണം നാം എന്താണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് കൂടി ആലോചിക്കാം എന്നാരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഭ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നത് നിങ്ങൾക്കറിയാൻ വയ്യെങ്കിൽ നിങ്ങളെ പീഡിപ്പിക്കുന്ന ഹിന്ദുത്വ ആളുകൾക്ക് നന്നേ അറിയാം. ദയവായി മനസ്സിലാക്കുക, ഒളിച്ചു കളിക്കരുത്. ഇനി യേശുവിൻ്റെ ദർശനത്തെപ്പറ്റി പറയുമ്പോൾ എന്നെ എൻ്റെ 14-ാമത്തെ വയസ്സ് തൊട്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയാം? എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന അതിവിശാലമായ യേശുവിൻ്റെ കാഴ്ചപ്പാട്, പ്രപഞ്ചത്തെക്കാൾ വലുതായ അവൻ്റെ ഹൃദയം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നും അത്ഭുതപ്പെടുത്തുകയാണ്. വേർപാടിൻ്റെ നെടുംചുവരുകൾ ഇടിച്ചു കളയുവാനാണ് ക്രിസ്തു വന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എത്രയോ അർത്ഥവത്താണ്. അങ്ങനെ വേർപാടിൻ്റെ നെടുംചുവരുകൾ ഇടിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സർവ്വലോകത്തെയും ഒന്നാണ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മനുഷ്യ ജാതി മുഴുവനും ഒരു കുടുംബമാണ്. ഹിന്ദുമതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വസുധൈവ കുടുംബകം എന്നവർ പറയുമ്പോൾ അവരും ഇത് അംഗീകരിക്കുന്നില്ല. അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഹിന്ദുത്വ ഇങ്ങനെ പന പോലെ തഴച്ചു നിൽക്കുന്നത്. നിങ്ങളും ഞങ്ങളും ശത്രുക്കളാണ്, ശത്രുത്വമാണ് നിങ്ങളുടെ രാഷ്ട്രീയമായ ലാഭം എന്ന് വിചാരിക്കുന്ന ഹിന്ദുത്വവും ഹിന്ദുമതവും ഇന്നൊന്നായി. വസുധൈവ കുടുംബകം. പക്ഷെ നിന്നെ കണ്ടാൽ കാലുവെട്ടും. അതിൻ്റെ തിക്തഫലങ്ങളാണല്ലോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും അത് തന്നെയാണ് സഹോദരി സഹോദരങ്ങളെ. ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹത്താൽ പൊതിയപ്പെട്ട് അത് ഒരേ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ആവിഷ്കാരമാണ് എന്ന് ലോകത്തോട് സാക്ഷ്യം വഹിച്ച, അതിനുവേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ പേരിൽ നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനനുയോജ്യമായി നാം നമ്മുടെ കാഴ്ചപ്പാടുകളെയും സമീപനങ്ങളെയും പ്രവർത്തന രീതികളെയും ലക്ഷ്യങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്ക് അടി കിട്ടിയാലും ഇല്ലെങ്കിലും നാം യേശുവിനെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നിങ്ങൾ യേശുവിൻ്റെ കണ്ണിൽ കൂടെയാണ് നിങ്ങൾ ദൗത്യത്തിന് ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളിലെ അവസ്ഥകളും സാധ്യതകളും കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആരുടെയും മതം മാറ്റുവാൻ സാധ്യമല്ല. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. യേശു മതങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല, യേശു മതത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഒരു കാര്യം യേശു വിശ്വസിച്ചിരുന്നു. എന്താണ്? മതം മനുഷ്യന് ശാപമാണ്. മതം മനുഷ്യൻ്റെ അടിമത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ അടിമകളെ വിടുവിക്കാനായി വന്നു,
നിങ്ങളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്താനായി വന്നു. അതുകൊണ്ട് യേശു നിലവിലിരുന്ന ആ കാലത്തെ ഏറ്റവും മഹത്തരമായ യഹൂദ മത സംവിധാനത്തോട് ആദ്യകാലങ്ങളിൽ സഹകരിക്കാൻ താല്പര്യപ്പെട്ടുവെങ്കിലും ഏറെ താമസിയാതെ മനസ്സിലാക്കി ഈ മതത്തിനകത്ത് നിന്നുകൊണ്ട് മനുഷ്യനെ ഒരു വിധത്തിലും സഹായിപ്പാനോ അവൻ മേൽത്തരമായ അവസ്ഥ പ്രാപിക്കത്തക്കവണ്ണം അവനെ ഒന്ന് ഉത്ബോധിപ്പിക്കാനോ സാധ്യമല്ല. നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മതത്തിൻ്റെ സംവിധാനം, മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ അല്പം പോലുമില്ല എന്ന് യേശു തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ പ്രവാചകന്മാരെയും നിയമങ്ങളെയും നീക്കുവാനല്ല നിവർത്തിക്കുവാനാണ് വന്നതെന്ന് പ്രഖ്യാപിച്ച ശേഷം ആ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും തങ്ങളുടെ സ്വകാര്യ കുത്തകയാണ് എന്ന് ചടിച്ച് പുരോഹിതവർഗം നിർമ്മിച്ചു വച്ച യഹൂദ മത ചട്ടക്കൂടിന് തികച്ചും വെളിയിൽ വന്നിട്ടാണ് യേശു തൻ്റെ ശ്രദ്ധേയമായ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് ഏതെങ്കിലും ഒരു സുവിശേഷം, 4 സുവിശേഷം വേണ്ട, ഏതെങ്കിലും ഒരു സുവിശേഷം നിങ്ങൾ 5 മിനിറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? യേശുവിന് മനസ്സിലായി ഈ മതമാണ് പ്രശ്നം. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് മതമാണ് പ്രശ്നങ്ങളുടെ പരിഹാരമെന്നാണ്. അത് നിങ്ങൾ യേശുവിൻ്റെ മാർഗത്തെ അറിയാൻ വയ്യാത്തതുകൊണ്ട് വിചാരിക്കുന്നതാണ്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. മതത്തിൻ്റെ പരിഹാരം, മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം മതമല്ല, മനുഷ്യൻ്റെ പ്രശ്നമാണ് മതം. മനുഷ്യൻ്റെ മനുഷ്യത്വത്തിനുള്ള ഏറ്റവും വലിയ അപകടമാണ് മതം. അതുകൊണ്ട് യേശു നിർവഹിച്ച സ്തുത്യർഹമായ ഈ പരസ്യ ശുശ്രൂഷയുടെ കാതലായ ലക്ഷ്യം, ഷേപ്പിംഗ് പേർപ്പസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതെന്താണ്? മനുഷ്യനെ മതത്തിനോടുള്ള അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് അതിൽ കൂടെ ഉടലെടുക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തിലേക്ക് അവനെ തിരിക്കുക. ടു റീഓറിയൻറ്റ് ഹ്യൂമാനിറ്റി ഫ്രം റിലിജിയൻ ടു ഗോഡ്. മതത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സത്യദൈവത്തെ അറിയുവാനോ അനുസരിപ്പാനോ ആരാധിപ്പാനോ സാധ്യമല്ല. ഇത് യേശുവിൻ്റെ കണ്ടുപിടുത്തമാണ്, എൻ്റെ കണ്ടുപിടുത്തമല്ല. നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് അന്ന് യഹൂദന്മാർ വളരെ വിലകൽപ്പിച്ച് കാത്തു സൂക്ഷിച്ചിരുന്ന, ആചരിച്ചു വന്നിരുന്ന മതപരമായ എല്ലാ ആചാരങ്ങളെയും യേശു അർത്ഥശൂന്യമെന്ന് കാണുകയും അവയെ ഒഴിവാക്കുകയും ചെയ്തത് എന്ന് സുവിശേഷങ്ങളിൽ കൂടെ പകൽ പോലെ സ്പഷ്ടമായി വരുന്നില്ലേ? ഇതൊന്നാമത്തെ കാര്യം. അതായത് മനുഷ്യജാതിയെ കീറിമുറിക്കുന്ന സ്വഭാവം മാത്രമേ മതങ്ങൾക്കുള്ളൂ. കാരണം മതങ്ങൾ മുഴുവനും അത് സംഘടിതമായി കഴിഞ്ഞാൽ സ്ഥാപിത താല്പര്യങ്ങളുടെ ചട്ടക്കൂടാണ്. അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും ഒന്നായി കാണുന്ന ദൈവസങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു മതം തന്നെയാണ്. ഞങ്ങളുടെ കോഴിക്കൂട്ടിലാണ് ദൈവം ഇരിക്കുന്നതെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ദൈവത്തെ ഒരിക്കലും സ്വീകരിക്കാൻ വയ്യ എന്ന് മനസ്സിലാക്കാൻ മുല കുടിക്കുന്ന ശിശുവിനും കഴിയണം. എന്തുകൊണ്ടാണ് നമ്മൾക്കത് കഴിയുന്നില്ല? അപ്പോൾ യേശു ഏത് വിശാലമായ ആത്മീയ ദർശനം നമുക്ക് നൽകിയോ അതിനെ 100% റദ്ദാക്കിക്കൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഈ മിഷൻ പ്രവർത്തനമെന്നൊക്കെ പറഞ്ഞ്, ദൗത്യമെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട നിസ്സഹായ അരിഷ്ടതയിലിരിക്കുന്ന ആളുകൾ അവരുടെ ബലഹീനത, അവരുടെ അരിഷ്ടത ചൂഷണം ചെയ്തുകൊണ്ട് അവരെ മീൻ പിടിക്കുന്നത് പോലെ പിടിക്കുന്നത്. ആ പ്രവൃത്തി ചെയ്യുന്ന നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെയും നിസ്വാർത്ഥവുമായിട്ടാണ് ചെയ്യുന്നത്, യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ആ സംഘടനയുടെ ദർശനം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? കുറഞ്ഞ പക്ഷം നിങ്ങൾ ആലോചിക്കണ്ടേ? ഒരു വ്യക്തി മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് വ്യക്തിയോടുള്ള താല്പര്യം പോകുന്നത്? എന്തുകൊണ്ടാണ് പിന്നെ ഒരിക്കലും ആ വ്യക്തിയെ നിങ്ങളുടെ കൂടെ ചേർക്കാതെ മാറ്റിയൊരു അതിർവരമ്പിനപ്പുറത്ത് നിൽക്കുക? ഇന്നും ദളിതന്മാരായ ക്രിസ്ത്യാനികളും മതിലെ കളിച്ച ക്രിസ്ത്യാനികളും 2 തട്ടത്തിലല്ലേ നിൽക്കുന്നത്? നിങ്ങൾക്ക് സത്യത്തിൻ്റെ കണികയുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സമ്മതിക്കുകയില്ലേ? ഏതെങ്കിലും മതം മാറി വന്നൊരു വ്യക്തിയെ യഥാർത്ഥത്തിൽ നമ്മളുടെ രക്തബന്ധമെന്ന പോലെ നാം ഇന്നും സ്വീകരിച്ചിട്ട് ഉണ്ടോ? നിങ്ങൾക്ക് പറയാമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഫ്രോഡ് ഇതാണ്. ഇത് വാസ്തവത്തിൽ നിയമപരമായി നിർത്തണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഇത് എന്നെ അത്രമാത്രം വേദനിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് ഒന്നാന്തരം ഫ്രോഡാണ്.
നിങ്ങൾ എത്ര ആത്മാർത്ഥതയോട് ഇത് ചെയ്താലും ഇത് ഫ്രോഡാണ്, ഇത് ഫ്രോഡാണ്, ഇത് ഫ്രോഡാണ്. അതുകൊണ്ട് ആ പാവപ്പെട്ട ദളിതന്, ആദിവാസിക്ക് അല്പം ആശ്വാസം കിട്ടുന്നു. അത് ശരിയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് നികൃഷ്ടമാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മ്ലേച്ഛമാണ്. അതുകൊണ്ട് അവർക്ക് ഗുണം കിട്ടിയാലും നിങ്ങളുടെ പ്രവൃത്തി മ്ലേച്ഛമാണ്. അതിനെ മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഇത് എൻ്റെ ഉദാഹരണമല്ല, 18ാം നൂറ്റാണ്ടിലെ ബൗദ്ധിക അധികായനായിരുന്ന ഡോക്ടർ ജോൺസൺ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു മനുഷ്യരിന്ന് ഭിക്ഷ യാചിക്കുകയാണ്. നിങ്ങൾ അവനെ കണ്ട് നടന്നുപോയി. അവൻ പറഞ്ഞു, അപ്പാ സാറേ, യജമാനെ വല്ലതും തരണേ. നിങ്ങൾ നടന്ന് കുറച്ച് വന്നു. അയാൾ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, യജമാനെ വല്ലതും തരണേ, വയറ് വിശന്ന് പൊരിഞ്ഞ് കത്തുന്നു, വല്ലതും തരണേ. അപ്പം ദേഷ്യം സഹിക്കാൻ വയ്യ. എന്നിട്ട് കൈ പോക്കറ്റിൽ ഒരു വലിയ നാണയം, കട്ടിയുള്ള നാണയമുണ്ട്. അതെടുത്ത് ഒറ്റ ഏറ് കൊടുത്തു. എറിഞ്ഞത് അവൻ്റെ നെറ്റിക്ക് കൊള്ളാനായിട്ട് എറിഞ്ഞതാണ്. പക്ഷേ ഉന്നമില്ലാഞ്ഞതുകൊണ്ട് ഈ നാണയം ചെന്ന് അവൻ്റെ അടുത്ത് ചെന്ന് വീണു. അവൻ ആ നാണയം എടുത്ത് കൊണ്ടുപോയി ഒരു റൊട്ടി വാങ്ങിച്ച് കഴിച്ചു. അവൻ്റെ വിശപ്പടങ്ങി. അതുകൊണ്ട് നിങ്ങൾ അവനെ എറിഞ്ഞത് നല്ല പ്രവൃത്തിയാണ്, നിങ്ങൾ ചിന്തിക്കാമെന്ന് ഡോക്ടർ ജോൺസൺ ചോദിച്ചത് ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുകയാണ്. നിങ്ങൾ എറിഞ്ഞത് അവൻ്റെ തല പൊട്ടിക്കാനായിട്ട് എറിഞ്ഞതാണ്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഉന്നമില്ലാതിരുന്നത് കൊണ്ട് അവൻ്റെ വയറ് നിറഞ്ഞു. നിങ്ങളുടെ പ്രവൃത്തി നല്ലതാണ്. അവൻ്റെ അനുഭവത്തിൽ വ്യത്യാസം വന്നു, അവനത് ഗുണം ചെയ്തു. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം മോശമായിരുന്നു, മ്ലേച്ഛമായിരുന്നു. ഇത് ഈ സാഹചര്യത്തിൽ 100% അന്വർത്ഥമാണ്, അർത്ഥപൂരിതമാണ്, അർത്ഥപൂർണ്ണമാണ്. ഇത് മനസ്സിലാക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതോടുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് മുഴുവനും യേശുവിൻ്റെ പേരിലാണല്ലോ. യേശുവാണല്ലോ നിങ്ങളുടെ മാതൃക. നിങ്ങൾക്ക് ഒന്ന് പറയാമോ, യേശു എത്ര പേരെ മതം മാറ്റിയിട്ടുണ്ട്? യേശുവിൻ്റെ കാലത്ത് മതങ്ങളില്ലാഞ്ഞിട്ടാണോ? യഹൂദ മതങ്ങൾ മാത്രമല്ല, മറ്റ് മതങ്ങളെ പ്രതികരിച്ച് പോലും ആളുകൾ യേശുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം റോമൻ പടയാളിയാണെങ്കിലും, കനാന്യ സ്ത്രീ ആണെങ്കിലും, ശമര്യ സ്ത്രീ ആണെങ്കിലും ഒക്കെ യേശുവിനെ കണ്ടുമുട്ടിയവരാണ്. അവിടെ ആരോടെങ്കിലും നിങ്ങൾ ആ മതം വിട്ട് ഇങ്ങനെ യഹൂദൻ്റെ മതത്തിലോട്ട് വരണമെന്ന് പറഞ്ഞു. യേശു എല്ലാ മതത്തെയും ഒരുപോലെ കണ്ടിട്ട് പറഞ്ഞു, ആ മലയിലും അല്ല ഈ മലയിലും അല്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മതം കൊണ്ട് നിനക്കൊരു പ്രയോജനമില്ല. ഈ മതം മുഴുവനും അന്ധവിശ്വാസം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ചില സ്ഥാപിത താല്പര്യങ്ങളുടെ കേദാരമാണ് എന്ന അഭിപ്രായമാണ് ആദ്യം മുതൽ അവസാനം വരെ യേശുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും, ഒരു പുരോഹിതന് പോലും അബദ്ധത്തിൽ പോലും കാല് കുത്തുവാൻ യേശു അവകാശവും അവസരവും കൊടുത്തില്ല എന്നത് വേദപുസ്തകം അറിയാവുന്നവർക്ക്, ഉറക്കത്തിൽ സുവിശേഷങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഇപ്പോൾ പുരോഹിതന്മാരുടെയും മെത്രാന്മാരുടെയും കുത്തക അവകാശമായിട്ട് വെച്ചിരിക്കുന്ന ഈ അന്ത്യ അത്താഴമില്ലേ, ലോർഡ്സ് സപ്പർ, യൂക്കറിസ്റ്റ്, കുർബാന, മാസ് എന്നൊക്കെ പറയുന്ന കാര്യം, അത് യേശു തൻ്റെ അന്ത്യ അത്താഴം ആചരിക്കുമ്പോൾ എത്ര പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലാണ് ആചരിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരു പുരോഹിതനും 4 അയലത്ത് വരാൻ സമ്മതിച്ചില്ല. കാരണം വന്നാൽ അവന് കുളമാക്കും. യേശു സ്നാനം സ്വീകരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ സ്നാനം കഴിപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ കള്ളമില്ല. യേശു ആരുടെ കയ്യിൽ നിന്നാണ് സ്നാനമേറ്റത്? പുരോഹിതൻ്റെ കയ്യിൽ നിന്നാണോ? പ്രവാചകൻ്റെ കയ്യിൽ നിന്നാണ്. ഒരു പുരോഹിതനെയും അടുപ്പിച്ചില്ല ആദ്യം മുതൽ അവസാനം വരെ. യേശുവിൻ്റെ ശവം അടക്കിയപ്പോൾ ഏത് പുരോഹിതനാണ് വന്ന് പാറയ്ക്ക് പുറമെ അടിച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യേശു അതിന് അനുവദിച്ചിട്ടുണ്ടോ? ശവത്തെ പോലും തൊടാൻ സമ്മതിച്ചിട്ടില്ല. മനസ്സിലാക്കണം. അവിടെയാണ് ഈ പുരോഹിതവർഗം കയറി ഈ കാട്ടുകള്ളം കാണിക്കുന്നത്, ഈ ചവിട്ടുനാടകം കളിക്കുന്നത്. ഇതിനെ പ്രതിനിധീകരിച്ചാണ് നിങ്ങൾ പോയി അടിമേടിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിച്ചാലും, നിങ്ങളിൽ 10,000 പേർ ഇതിനു വേണ്ടി സ്വയം ആഹൂതി നടത്തിയാലും, രക്തസാക്ഷിത്വം വഹിച്ചാലും, നിങ്ങൾ കാണിക്കുന്നത് ഭോഷത്തരമാണ്, മണ്ടത്തരമാണ്. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാതെയാണ്, നിങ്ങളെ ആരെന്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്നറിയാതെയാണ് നിങ്ങൾ വലിയ ശുദ്ധ മനസാക്ഷിയോടെ, ശുദ്ധഗതിയോടെ ഇങ്ങനെയുള്ള മേഖലയിൽ പോയി അടിമേടിക്കുന്നത്, അപമാനമേറ്റെടുക്കുന്നത്. ഇതുകൊണ്ട് യേശു വിഭാവന ചെയ്ത ദൈവരാജ്യത്തിന് ഒരു കച്ചിത്തുരുമ്പിൻ്റെ പ്രയോജനമില്ല എന്ന് മാത്രമല്ല, ഇത് വലിയ അപമാനവും മാനനഷ്ടവും
യേശുവിൻ്റെ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ വിലങ്ങുതടിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഭാരതത്തിൽ യേശുവിനെപ്പറ്റി, ഭാരതത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെപ്പറ്റി ഒരു വലിയ ബഹുമാനവും ദാഹവും ഉണ്ടായിരുന്നു. നിങ്ങളത് മുഴുവൻ കളഞ്ഞു കുളിക്കുകയാണ്. എൻ്റെ കൂടെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ദീർഘനാൾ പഠിപ്പിച്ച ഒരു ഡോക്ടർ V.A. റാവു എന്ന് പറഞ്ഞ ഒരു അധ്യാപകനെ സമയത്ത് ഞാൻ ഓർത്ത് പോയി. അതൊരു ഒന്നാന്തരം സ്കോളർ. ഞാൻ അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹമായിരുന്നു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്. ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നു. അപ്പോൾ സംസാരത്തിൽ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്: വത്സൻ, ദർ ഇസ് വെരി സംതിങ് സ്ട്രേഞ്ച് അബൌട്ട് ജീസസ്. ഓഫ് ഓൾ ദ ഫൗണ്ടേഴ്സ് ഓഫ് റിലിജിയൻസ്, ഇറ്റ് ഇസ് ജീസസ് ഓഫ് നാസറത്ത് ഹു ഫാസിനേറ്റ്സ് മീ, ബട്ട് ഐ ഡോണ്ട് നോ വൈ. ഇങ്ങനെയാണ് പറഞ്ഞത്. ലോകത്തിലുള്ള എല്ലാ മതസ്ഥാപകന്മാരെ പറ്റി ചിന്തിക്കുമ്പോൾ അവരിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്ന നസ്രയനായ യേശുവാണ്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഡൽഹിയിൽ 13 വർഷം മിനിസ്ട്രി ടു പാർലമെൻറ്റേറിയൻസ് എന്ന് പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരുന്നു. അതിൽ മുഖാന്തരമായി അനേകം മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, ക്രിസ്ത്യാനികളല്ലാത്ത അനേകം മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റുമായി വളരെ അടുത്തിടപെടാനും സ്വകാര്യ സംഭാഷണത്തിൽ കൂടെ അവരുടെ ആന്തരികമായ അവസ്ഥ മനസ്സിലാക്കാനും എനിക്കിടയായിട്ടുണ്ട്. അവരിൽ ഒരു വ്യക്തി പോലും യേശുവിനെ പറ്റി ബഹുമാനമില്ലാതെ, പൂർണ്ണ ബഹുമാനമില്ലാതെ ഒരു വാക്ക് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു വാക്ക്. യേശുവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്നത് നമ്മുടെ സഭകളാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. കള്ളം കൊണ്ട്, വഞ്ചന കൊണ്ട്, നാണമില്ലാതെ, മനുഷ്യനോട് സ്നേഹവും ദൈവത്തോട് പ്രതിപത്തിയുമില്ലാതെ, പണക്കൊതി കൊണ്ട് മാത്രം ഭ്രാന്ത് പിടിച്ച് പോത്തിനെ നാണിപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ കിടന്ന് തലകുത്തി മറിയുന്ന ആളുകളെ പ്രതിനിധീകരിച്ചാണ് നിങ്ങളവിടെ പോയി ഈ ആദിവാസികളുടെ ഇടയിലും പാവപ്പെട്ട ആളുകളുടെ ഇടയിലും ജോലി ചെയ്ത് അവരെ ഇങ്ങോട്ട് മതം മാറ്റി കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു വിധത്തിലും ആർക്കും ന്യായീകരിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണിത്. യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ ഹിന്ദുമതത്തിൽ ഈ പറയുന്ന ആളുകളുടെ അവസ്ഥ തികച്ചും മർമ്മഭേദമാണ്, സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ പോയി മീനെ പിടിക്കുന്നവരെ പിടിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്, ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവം നടക്കുമ്പോൾ അത് ഞങ്ങൾക്ക് സംഭവിച്ചല്ലോ എന്നും പറഞ്ഞ് മൂലയ്ക്കിരുന്ന് എന്ന് മോങ്ങുന്നതിന് പകരം ഈ സംഭവങ്ങളിൽ കൂടെ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കുകയല്ലേ വേണ്ടത്. അതിന് മുതിരണം എന്നാണ് എനിക്ക് അവരോടും പറയാനുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, ചരിത്രത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സത്യം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. മനുഷ്യനോട് ദൈവം കാണിക്കുന്ന കാരുണ്യം കൊണ്ട് ദീർഘനാൾ ക്ഷമിക്കും. എന്നാൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇനിയും നീ സത്യം അറിഞ്ഞിട്ട് മുമ്പോട്ട് പോയാൽ മതി എന്ന് ദൈവം തീരുമാനിക്കുമ്പോഴാണ് ദൈവത്തെ അറിയാത്തവർ ദൈവത്തിൻ്റെ ആയുധമായി നിന്നെ വെല്ലുവിളിക്കുന്നത് എന്നത് ചരിത്ര സത്യമാണ്, മറന്നു പോകരുത്. എനിക്ക് യാതൊരു സംശയവുമില്ല, കേരളത്തിലെ സഭകളുടെ അവസ്ഥ ഇതായിരിക്കുന്നിടത്തോളം കാലം ഈ സഭയുടെ പ്രതിനിധിയായി ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി മതം മാറ്റം ചെയ്യാനുള്ള യോഗ്യത ഒരു കന്യാസ്ത്രീക്കുമില്ല, ഒരു പുരോഹിതനുമില്ല. പിന്നെ മെത്രാന്മാരിവിടെ പോകാറില്ല. അവർ മേടയിൽ നിന്ന് സുഖിച്ച് ഇങ്ങനെയുള്ള പാവപ്പെട്ട ആളുകളെ അപകടത്തിലേക്ക് തള്ളിവിട്ട് അവർ അടിമടിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ തീ വെച്ച് കൊല്ലുമ്പോൾ വന്ന് പത്രസമ്മേളനം നടത്തി അതിൻ്റെയും കൂടെ ഗുമ്മായിട്ട് കൈക്കലാക്കുന്ന, അതിനപ്പുറത്തൊന്നും ഒരു മെത്രാനിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കുകയില്ല എന്ന് എനിക്കറിയാം. ഞാനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവരെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജീവിച്ചാൽ അവർക്ക് ലാഭം, നിങ്ങൾ ചത്താൽ അവർക്ക് ലാഭം. നിങ്ങളെ ആരെങ്കിലും മാനിച്ചാൽ അവർക്ക് ലാഭം, നിങ്ങളെ അപമാനിച്ചാൽ അതിനും ലാഭം. ഇതാണ് അവസ്ഥ. ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? സത്യമായി. അതുകൊണ്ട് ദയവായി നിങ്ങൾ ചിന്തിക്കണം. സത്യത്തോട് നിങ്ങൾ മുഖം തിരിക്കരുത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സത്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും മതം മാറ്റാൻ പോയാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് അർഹതയെന്ന് ഞാനായിട്ട് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല.
ദയവായി ബോധമുള്ളവരായി സത്യത്തെ അംഗീകരിക്കുന്നവരായി ഈ ലോകത്തിൽ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ നമുക്കുള്ള സ്വാതന്ത്ര്യം, നമുക്കുള്ള അവസരം പാഴാക്കരുത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.